നാളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ രഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വെച്ചു: നമ്മളെല്ലാവരും കടൽ കണ്ടിട്ടുണ്ടെന്ന് പറയും, പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്നത് തിരയും തീരവുമാണ്. ഒരു പരിധിവരെ ഈ തിര തന്നെയല്ലേ കടലെന്ന് പറയുന്നത്. സുവിശേഷവും വിശുദ്ധ ഗ്രന്ഥമൊക്കെ നമ്മൾ ചേർന്ന് വായിക്കുമ്പോൾ മനോഹരമായ വാചകമുണ്ട്: പിതാവേ, നാം ഒന്നായിരിക്കുന്ന പോലെ അവരെയും ഒന്നാക്കണമേ. ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ പറയുകയാണ്, നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ബലപ്പെടുത്താൻ ഈ തിരുനാൾ ദിവസം നമുക്ക് കഴിയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു ഐക്യവും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു സ്നേഹവും, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോഴല്ലേ ത്രിത്വത്തിൻ്റെ തിരുനാൾ ഒരു അനുഗ്രഹമാകുക. ചോർന്നുപോയ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ കൽഭരണികൾ, മങ്ങിപ്പോയ ഞങ്ങളുടെ ഐക്യത്തിൻ്റെ മേഖലകൾ, വിണ്ടുപോയ ഞങ്ങളുടെ കൂട്ടായ്മയുടെ മേഖലകളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി ത്രിത്വിക ദൈവത്തിലൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ബലപ്പെടുത്തട്ടെ.